സുഹൃത്തുക്കളെ, നമ്മൾ ദബോൾക്കർ ഓർമ്മ ദിനമാണ് ഓഗസ്റ്റ് 20. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 20 നാസ്തിക് നേഷൻ സ്റ്റുഡൻറ്റ് സെൻറ്ററിൽ വെച്ചാണ് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. എന്തുകൊണ്ട് ദബോൾക്കറിൻ്റെ ദിനത്തിന് പ്രത്യേകിച്ച് സ്വതന്ത്ര ചിന്തകർ പരിപാടി വയ്ക്കുന്നു വെച്ചാൽ, ഇന്ത്യയിൽ ഈ ശാസ്ത്രത്തിനും യുക്തിചിന്തയ്ക്കും വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മഹാനായ പണ്ഡിതനെ വർഗീയവാദികൾ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അത് ശാസ്ത്രചിന്തയ്ക്കും സ്വതന്ത്രചിന്താ പ്രവർത്തനങ്ങൾക്കും വലിയധികം ദുഃഖമുണ്ടാക്കിയ ഒരു കാരണമാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ദബോൾക്കർ അനുസ്മരണപരമായുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ട്രിവാൻഡ്രത്ത് രാവിലെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമനം കേരളത്തിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ വലിയൊരു ജനക്കൂട്ടം മാർച്ച് നടത്തുകയും ധർണ നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ദബോൾക്കറിനെ അനുസ്മരിച്ചു കൊണ്ടുള്ള ശാസ്ത്ര പ്രഭാഷണങ്ങൾ പല സ്ഥലത്തും സംഘടിപ്പിക്കുകയുണ്ടായി. ഒന്ന് ഓർക്കണം, ഇത് സംഘടിപ്പിക്കുന്നത് എല്ലാവരും സംഘടനകൾക്ക് അതീതമായി യുക്തിവാദി പ്രവർത്തകർ മാത്രമാണ്. സമൂഹത്തിൽ ശാസ്ത്രവും യുക്തിചിന്തയും വളരേണ്ടത് വളരെ ആവശ്യമാണെന്ന് പല ഗവേഷകരും പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഭരണഘടനയിൽ അത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആയതിനാലാണ് നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ചെറിയൊരു ഹാളിൽ വെച്ച് നമ്മൾ ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് യുക്തിചിന്ത 2024 പേരും കൊടുത്തു. നമുക്ക് ഇനിയുള്ള ഞാൻ ഒന്നിനൊരു കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം തിരഞ്ഞെടുപ്പിന് മുമ്പേ നാസ്തിക് നേഷൻ്റെ അഭിമുഖത്തിൽ ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 4 പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മളൊക്കെ സന്തോഷിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ വലിയ വലിയ സംഘടനകളോ ഈ നമ്മളെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനാധിപത്യത്തെക്കുറിച്ചോ ഭരണഘടനയെക്കുറിച്ചോ വളരെ ആഴത്തിൽ സംസാരിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ജനാധിപത്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ മാറ്റി നിർത്തുന്ന ഘടകമാണ്. പക്ഷേ ഈ വരുന്ന കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നമ്മൾ കാണുന്നതാണ്. പാർലമെൻറ്റിൽ പോയപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതേതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം പോയത് നമുക്ക് വളരെ സന്തോഷമുണ്ടായി. നമ്മൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ് പലയിടത്തും ഈ ഭരണഘടനയ്ക്ക് വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടിയും ചെറിയ ചെറിയ കോറങ്ങൾ സംഘടിപ്പിച്ചത്. എന്തായാലും വരാൻ പോകുന്ന കാലഘട്ടം നല്ല കാലഘട്ടമാണെന്ന് ഓർക്കണം. ഒരു കാരണവശാലും നമ്മുടെ രാജ്യം സെക്കുലറിസത്തിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയില്ല എന്ന് നമ്മൾ ഓർമ്മിക്കുകയാണ്. നമുക്കെല്ലാം സന്തോഷിക്കുന്ന നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് കൂട്ടിച്ചേർക്കുകയാണ്. അവിടെ നമ്മൾ ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നതിൽ വലിയ അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ നമ്മൾ ചെറിയ ചെറിയ മീറ്റിങ്ങിൽ ഇനി സംഘടിപ്പിച്ചു കൊണ്ടേയിരിക്കും. ആൾക്കൂട്ടത്തിൽ കാര്യമില്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ചിന്തകളും പ്രവർത്തനങ്ങളാണ് കൂടുതൽ ആവശ്യം. ആയതിനാൽ നമ്മൾ ഇന്ന് ദബോൾക്കറിൻ്റെ അനുസ്മരണ ദിനത്തിന് നമ്മൾ സംഘടിപ്പിക്കുന്ന വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. വലിയ സെലിബ്രേറ്റുള്ള പ്രഭാഷകരൊന്നുമല്ല. നമുക്ക് ഈ സെലിബ്രേറ്റിന് പിന്നാലെ പോകുന്ന ഒരു അന്ധവിശ്വാസമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുക. അത് എൻ്റെ മനസ്സിലാക്കലാണ്. അനേകം സെലിബ്രേറ്റുകൾ, അറിവുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരം ആൾക്കാരെ മുന്നോട്ട് കൊണ്ട് വരേണ്ടതും ഉത്തരവാദിത്വം ചെറിയ ചെറിയ സംഘടനകൾ കൊണ്ടെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ 1-2 കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒരു പ്രഭാഷണം നടത്തുന്നത് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കേരളത്തിൽ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല. PK വേണുഗോപാലാണ് ആ വിഷയം അവതരിപ്പിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഗവേഷണപരമായുള്ള പഠനപരമായുള്ള അഭിപ്രായം രേഖപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, സംഘടനയുടെ അഭിപ്രായമല്ല. ഇത് നമ്മൾ പരമാവധി നമ്മൾ ചെറിയൊരു നമ്മളെ ഒരു ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പറ്റുമെങ്കിൽ ഞങ്ങൾ നാസ്തിക് നേഷൻ അഭിമുഖത്തിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ ഇത് എഡിറ്റ് ചെയ്താൽ സാധ്യതയുണ്ട്. കുറേ ആൾക്കാർ കേൾക്കുകയും ചെയ്യും. ഇതൊന്ന്. 2, നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ജാതി സെൻസസ് എന്ന വിഷയം എടുക്കുന്നത് മുരളി തോന്നക്കൽ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തും. നമുക്കതിൽ ഇവിടെ ചർച്ച ചെയ്യാം, സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യാം. 3-ാമത്തെ വിഷയം
നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾ പല രീതിയിലാണ്. ഒരു കുട്ടി ജനിച്ച് വീഴുന്നാൽ ഉടനെ അവൻ്റെ മേലിൽ മത അന്ധവിശ്വാസവും വീഴാറുണ്ട്. നമ്മളൊന്നും മനസ്സിലാക്കാതെ, ശ്രദ്ധിക്കപ്പെടാതെ കുട്ടികളിൽ മേലിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങൾ, ഈ അമ്പലങ്ങളിൽ നടക്കുന്ന ഓട്ടം, തൂക്കം, ഉരുള്, ഇതൊക്കെ നമ്മളൊന്ന് ഒരു ബാലൻ്റെ മനസ്സിലൂടെ ഒന്ന് ചിന്തിച്ചറിയാൻ പറ്റും. അപ്പോൾ ബാലപീഠ അന്ധവിശ്വാസങ്ങളുടെ വിഷയത്തിൽ കണ്ണൻ ശ്രീരാമകൃഷ്ണൻ നടത്തും. ദബോൾക്കർ അനുസ്മരണത്താൽ ശാസ്ത്രവും സമൂഹവും എന്ന വിഷയത്തെക്കുറിച്ച് ഷാജി കിഴക്കിടത്തും ഒരു വിഷയം അവതരിപ്പിക്കും. 4 വിഷയങ്ങളാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഓരോ വിഷയത്തിലും ചർച്ചകളാണ്, സംവാദങ്ങളല്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ വ്യക്തിയുടെ അഭിപ്രായമാണ്. സംവാദങ്ങൾ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ചർച്ചകൾ വേണമെങ്കിൽ നടത്താം. അത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ, യൂട്യൂബിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെയും ചർച്ച ചെയ്യാം. ഇതാണ് നമ്മുടെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഇതിൽ സഹകരിക്കണം. പ്രഭാഷണത്തിന് ആരംഭിക്കുകയാണ്. ആദ്യ പ്രഭാഷണത്തിന് വേണ്ടി മുരളി തോന്നയ്ക്കലിൻ്റെ ജാതി സെൻസസ് എന്ന വിഷയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മുരളി തോന്നയ്ക്കലിനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന് 2 പ്രത്യേകതകൾ ഉണ്ട്. ഞാനത് സൂചിപ്പിച്ചുകൊണ്ട് ആരംഭിക്കാം. ഒന്ന്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ ഏവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം സൃഷ്ടിക്കാൻ ഉജ്ജ്വലമായ ദാർശനികവും അല്ലാതെയുമുള്ള പോരാട്ടങ്ങൾ നയിച്ച ശ്രീനാരായണ ഗുരുദിനത്തിൻ്റെ ജന്മദിനമാണ്. എല്ലാവർക്കും ജയന്തി ആശംസകൾ നേരുന്നു. അതോടൊപ്പം മറ്റൊരു ശ്രദ്ധേയമായ സംഭവം, സ്വതന്ത്ര ചിന്തയ്ക്കും ശാസ്ത്രബോധത്തിനും മാനവിക ദർശനങ്ങൾക്കും ആശയങ്ങൾക്കും മാനവികതയ്ക്കും വേണ്ടി രക്തസാക്ഷി സംഭവിച്ച നരേന്ദ്ര ദബോൾക്കറുടെ രക്തസാക്ഷി ദിനം കൂടിയാണ്. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ ആദരപൂർവ്വം ഓർമ്മിക്കുകയാണ്. നാസ്തിക് നേഷൻ സ്വാഭാവികമായിട്ടും സ്വതന്ത്ര ചിന്തയ്ക്കും അതുപോലെ ശാസ്ത്രബോധത്തിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരു സാമൂഹിക വിഷയമായ ജാതി സെൻസസ് കൂടി അതിൽ ഉൾപ്പെടുത്താനായിട്ട് താല്പര്യം കാണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനും ഒരു നാസ്തികനാണ്. അതുപോലെ അതിലേറെ താല്പര്യം സാമൂഹിക വിഷയങ്ങളിലും പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ശാസ്ത്രബോധം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ ബോധവും പഠിക്കണമെന്നുള്ള ഉറച്ച നിലപാടുള്ള വ്യക്തിയാണ് ഞാൻ. നമ്മൾ നല്ല മനുഷ്യരാകുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അപ്പോൾ നല്ല മനുഷ്യരാകണമെങ്കിൽ കേവലം ശാസ്ത്രബോധം കൊണ്ട് മാത്രം സാധിക്കത്തില്ല. അതിന് തീർച്ചയായിട്ടും സാമൂഹിക ബോധം വേണം. അതായത് സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അല്ലാതെ വെറും ശാസ്ത്രബോധം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ യാന്ത്രിക വ്യക്തിത്വങ്ങളെ വരത്തുള്ളൂ. നമ്മളിൽ മാനവികതയും മനുഷ്യത്വവും ഉണ്ടാകണമെങ്കിൽ, നമ്മൾ യഥാർത്ഥ മനുഷ്യരായിട്ട് ഉയരണമെങ്കിൽ, നാരായണ ഗുരു തന്നെ പറയുന്നത് മനുഷ്യാനാം മനുഷ്യത്വം എന്നാണ്. അപ്പോൾ ആ മനുഷ്യത്വം എന്നുള്ള, അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരൂപം കൊണ്ട് മാത്രം ആരും മനുഷ്യനാകുന്നില്ല, മനുഷ്യത്വം കൂടി വേണം. അപ്പോൾ അതുണ്ടാകണമെങ്കിൽ ശാസ്ത്രബോധത്തിനപ്പുറം നമ്മൾ സാമൂഹ്യ ബോധം കൂടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ നിലയിൽ നമ്മൾ ശാസ്ത്രബോധം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ ബോധത്തിനും സമാനമായ ഒരു പ്രാധാന്യം കൊടുക്കണമെന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ജാതി സെൻസസ് എന്നുള്ളതാണ് വിഷയം. വളരെ സെൻസിറ്റീവായ വിഷയമാണ്. കാരണം ജാതി, മതം, രാഷ്ട്രീയം ഇതൊക്കെ വളരെ സെൻസിറ്റീവാണ് നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തിൽ. വിശേഷിച്ചും ജാതിയും സംവരണമൊക്കെ നമ്മൾ വളരെ നെഗറ്റീവായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതൊരിക്കലും പോസിറ്റീവായിട്ടുള്ള ചർച്ചയല്ല പലപ്പോഴും നടക്കാറ്. ജാതിയൊക്കെ ചർച്ച ചെയ്യുന്നത് എപ്പോഴും സംവരണമൊക്കെ വരുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജാതിയും ജാതി സെൻസസും വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളോട് കൃത്യമായിട്ടും വിയോജിപ്പുകളുണ്ടാവും. എനിക്ക് തോന്നുന്നത് എന്നോട് യോജിക്കുന്നവർ വളരെ കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു
തെറ്റിദ്ധാരണ ആയിരിക്കാം എങ്കിൽ പോലും ഞാൻ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ആർക്കും വിയോജിപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. പിന്നെ വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണ്. ഈ ജാതിയെ സംബന്ധിച്ചും ജാതി സെൻസസിനെ സംബന്ധിച്ചുമൊക്കെ തന്നെ വ്യക്തമായ ധാരണയുള്ളവരും സ്വതന്ത്ര ചിന്തയുള്ളവരും നാസ്തികരും ഒക്കെയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കൂടുതൽ ലളിതമായിട്ട് പറയേണ്ടതായിട്ട് വരത്തില്ല. നിങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കാനുള്ള രീതിയിൽ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ജാതി സെൻസസിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ജാതിയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിരിക്കണം. ജാതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണ് ജാതി. ഒരുപക്ഷെ ഇന്ത്യക്കാരുടെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തം എന്ന് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജാതി വ്യവസ്ഥയാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇന്ത്യക്കാരങ്ങനെ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ ഒരു നോബൽ സമ്മാനം ആർക്കെങ്കിലും കൊടുക്കാമെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് ഈ ജാതി വ്യവസ്ഥയുടെ കണ്ടുപിടുത്തം. കാരണം ഇത്രയും മികച്ച ഒരു ചൂഷണ വ്യവസ്ഥ ലോകത്ത് ഒരിടത്തുമില്ല. ഇതിന് മികച്ച ഒരു ചൂഷണ വ്യവസ്ഥ നിങ്ങൾക്ക് ഒരിടത്തും കാണാനായിട്ട് സാധിക്കില്ല, ഒരു രാജ്യത്തും കാണാനായിട്ട് സാധിക്കത്തില്ല. ആ കാര്യത്തിൽ ഇന്ത്യക്കാർ വലിയ മിടുക്കരാണെന്ന് പറയേണ്ടി വരും. വളരെ സങ്കീർണമായിട്ടുള്ള അല്ലെങ്കിൽ എന്തോ പറയുന്നത് 100% ഫലമുളവാക്കുന്ന ഒരു സിസ്റ്റമാണ് ആ ജാതി വ്യവസ്ഥ. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജാതി വ്യവസ്ഥയുടെ മറ്റൊരു പ്രത്യേകത, ജാതി വ്യവസ്ഥ ചിലവർക്ക് ഗുണകരവും ചിലവർക്ക് ദോഷകരവുമാണ്. അതായത് ജാതി വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ജാതീയതയ്ക്ക് അല്ലെങ്കിൽ ജാതിക്ക് ബെനിഫിഷ്യറീസുമുണ്ട്, വിക്ടിംസുമുണ്ട്. കുറേ ആൾക്കാർ ജാതി വ്യവസ്ഥയുടെ ഗുണഭോക്താക്കളാണ്. അപ്പോൾ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയും. അത് ജാതി വ്യവസ്ഥയുടെ ഗുണഭോക്താക്കൾ ആരാണോ അവർ തന്നെ സ്വയം സൃഷ്ടിച്ചെടുത്തൊരു വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ എന്നുള്ള കാര്യം സുവ്യക്തമാണ്. പക്ഷേ ജാതിയുടെ മുഴുവൻ പഴിയും കേൾക്കുന്നത് ആരാണ്? ജാതിയുടെ ഇരകളാണ്. എന്നെയൊക്കെ ഫേസ്ബുക്കിൽ ജാതി തീനി എന്നൊക്കെയാണ് വിളിക്കുന്ന സ്വതന്ത്ര ചിന്തകരൊക്കെ. അത്രത്തോളം ആ രീതിയിലൊക്കെയാണ് പലപ്പോഴും ജാതിയെ പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ജാതി വ്യവസ്ഥയ്ക്ക് വിക്ടിംസും ഉണ്ട്, അതുപോലെ തന്നെ ബെനിഫിഷ്യറീസും ഉണ്ട്. അപ്പം ജാതി വ്യവസ്ഥ ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് ഉത്തരം പറയാം. അത് ജാതി വ്യവസ്ഥയുടെ ഗുണഭോക്താക്കളാണ് അതുണ്ടാക്കിയത്. അപ്പോൾ ആരായിരിക്കും ജാതി വ്യവസ്ഥയുടെ ഗുണഭോക്താക്കൾ? ജാതി വ്യവസ്ഥയുടെ ഗുണഭോക്താക്കൾ ആരെന്നറിയണമെങ്കിൽ ജാതി സെൻസസ് നടത്തിയാൽ മതി. ജാതി വ്യവസ്ഥയുടെ ഗുണഭോക്താക്കൾ അറിയാനായിട്ട് ഒരു ഷോർട്ട് കട്ടാണ് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജാതി സെൻസസ് എടുക്കുക, അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ അറിയാം ആരാണ് ജാതിയുടെ ഗുണഭോക്താക്കളാണെന്നും ആരാണ് ജാതി തീനികളെന്നും ആരാണ് ജാതി സൃഷ്ടിച്ചതെന്നും ആരാണ് ജാതിവാദികളെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ടറിയാം. അപ്പോൾ ജാതി വ്യവസ്ഥയുടെ പ്രത്യേകതകൾ അതൊക്കെയാണ്. ഇപ്പോൾ ജാതി വ്യവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ അത് പൂർണ്ണമായിട്ടും ഒരു ബ്രാഹ്മണിക്കൽ ആശയമാണ്. ബ്രാഹ്മണിക്കൽ ആശയം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാരുടെ ആശയം അല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാമല്ലോ. ബ്രാഹ്മണിക്കൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാവർക്കും നീതി കിട്ടാൻ പാടില്ല എന്ന ആശയധാരയാണ് നമ്മൾ ബ്രാഹ്മണിക്കൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും തുല്യ നീതി കൊടുക്കണമെന്ന് പറയുന്ന ആശയമാണ് ഹ്യൂമനിസം. അപ്പോൾ ഹ്യൂമനിസം വേഴ്സസ് ബ്രാഹ്മണിസം വ്യക്തമാണ്. അപ്പോൾ എല്ലാവർക്കും നീതി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ജാതി വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് എല്ലാവർക്കും നീതി കിട്ടാൻ പാടില്ല എന്നതുകൊണ്ടാണ് ജാതി വ്യവസ്ഥ തകരാൻ പാടില്ല എന്ന് ചില ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രാഹ്മണിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടികളൊന്നും ഡോക്ടർ അംബേദ്കറുടെ ജാതി നിർമൂലനം ഒരു മുദ്രാവാക്യമായിട്ട് സ്വീകരിക്കാത്തത്. അതായത് ഇന്ത്യയിൽ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടക്കേണ്ട യഥാർത്ഥത്തിൽ വർഗസമരമല്ല, ജാതി സമരമാണ്. നമ്മുടെ ജനാധിപത്യത്തിനും സമൂഹത്തിനും നമ്മുടെ സാമ്പത്തികമായ ഉയർച്ചയ്ക്കും ഒക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത് ജാതി വ്യവസ്ഥയാണ്, അല്ലേ? നമുക്കെല്ലാം അറിയാം. ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ റിയാലിറ്റിയാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇവിടുത്തെ മുഖ്യധാര പാർട്ടികൾക്കും സംഘടനകൾക്കും ഒന്നും താല്പര്യമില്ല. എന്താണ്? ജാതി വ്യവസ്ഥയുടെ ഗുണഭോക്താക്കളാണ് അത് നയിക്കുന്നത്. അതുതന്നെയാണ് കാരണം. അപ്പോൾ ജാതി വ്യവസ്ഥ നശിക്കേണ്ടത് ജാതി വ്യവസ്ഥയുടെ ഇരകളുടെ മാത്രം ആവശ്യമാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വർഗസമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നയിക്കുന്നത് ആരാ? ജാതി വ്യവസ്ഥയുടെ ഗുണഭോക്താക്കൾ. അതുകൊണ്ടാണ് അവർ ജാതിയെ അഡ്രസ്സ് ചെയ്യാത്തത്. അവർ ഇല്ലാത്ത വർഗത്തെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ജാതീയതയെ അല്ലെങ്കിൽ ജാതി നിർമൂലനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ലക്ഷ്യമല്ലാതായി മാറിയിരിക്കുന്നു. ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. അപ്പം നമ്മുടെ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ജാതി വ്യവസ്ഥ. അത് തകരേണ്ടതുണ്ട്, തകർക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് തകരണം, എന്തുകൊണ്ട് നമ്മൾ തകർക്കണം? അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ജനാധിപത്യം പുലരണമെന്നാണ്, നീതി പുലരണമെന്നാണ്, ഭരണഘടന പുലരണമെന്നാണ്. അപ്പോൾ അത് പുലരണമെങ്കിൽ, നീതി പുലരണമെങ്കിൽ ആദ്യം നീതിക്കെതിരായിട്ട് നിൽക്കുന്ന ആശയത്തെ കീഴടക്കണം. നീതിക്കെതിരായിട്ട് നിൽക്കുന്ന ആശയം എന്ന് പറയുന്നത് അത് ബ്രാഹ്മണിസവും അതിൻ്റെ ഉപോൽപ്പന്നമായ ജാതി വ്യവസ്ഥയുമാണ്. അപ്പോൾ എങ്ങനെയാണ് ജാതി വ്യവസ്ഥ നമുക്കെതിരാകുന്നത്? ഇപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു പക്ഷേ ജനാധിപത്യം പുലരേണ്ടതാണെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ജനാധിപത്യം നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥിതികളിൽ ഏറ്റവും മെച്ചപ്പെട്ടതാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ഉള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്ന് സ്വീകാര്യമായതിൽ, ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും നല്ല ഭരണവ്യവസ്ഥയാണ് ജനാധിപത്യം എന്ന് നമ്മൾ എല്ലാവരും ഏറെക്കുറെ അംഗീകരിക്കുന്നതാണ്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾക്ക്, അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്കെതിരാണ് ജാതി വ്യവസ്ഥ. നമ്മുടെ ഭരണഘടന ഈ ജനാധിപത്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരുപാട് ദർശനങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ എന്നുള്ളതാണ്. വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ. ഒരു മനുഷ്യൻ ഒരു വോട്ട്, അവന് ഒരു മൂല്യം. അതാണ് യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത്. അതിവിടെ പുലരാത്തതിൻ്റെ കാരണം എന്താണ്? വൺ മാൻ, നമ്മളെല്ലാവരും ഒരേ മനുഷ്യരായ ഈക്വലായിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റസ് അല്ല അനുഭവിക്കുന്നത്. നമുക്ക് വോട്ടിൻ്റെ കാര്യത്തിൽ എല്ലാവരും തുല്യരാണ്. നമ്മളെല്ലാവരും ഒരേ പരിഗണന അർഹിക്കുന്ന മനുഷ്യരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, വൺ മാൻ ആകുന്നില്ല. പക്ഷേ എല്ലാവർക്കും വോട്ട് ലഭിക്കുന്നുണ്ട്. വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ. എല്ലാവർക്കും ഒരു വാല്യൂ അല്ല. നമ്മുടെ ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നിയമങ്ങൾ തന്നെ അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ദുർബലർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അവിടെ വളരെ മോശമെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെയൊക്കെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഈ അടുത്ത കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ മകനെ വരെ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നു. ഇവിടെ നമുക്കൊരു MLA മകനെ തൊടാൻ പറ്റുമോ ഏതെങ്കിലും പോലീസുകാർക്ക്? അപ്പം വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ എന്ന ആ സങ്കല്പത്തിന് എതിരാണ് ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതി. അപ്പം ജാതി ആ രീതിയിൽ നമ്മുടെ ജനാധിപത്യത്തിന് അപകടകരമാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആശയങ്ങൾക്കും സമത്വം, സാഹോദര്യമാണല്ലോ ഏറ്റവും മികച്ച ഒരു ദർശനം എന്ന് പറയുന്നത്, ആശയം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതുപോലെ നീതി തുടങ്ങിയ എല്ലാ മഹത്തായ ആശയങ്ങൾക്കും എതിര് നിൽക്കുന്ന ആശയമാണ്. എല്ലാം തടയുന്ന ഈ മൂല്യങ്ങളൊക്കെ തന്നെ നിൽക്കുന്നതിനും അതിനെതിരായിട്ട് നിൽക്കുന്ന, അതിന് വിരുദ്ധമായിട്ടുള്ള ആശയമാണ് ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതീയത എന്ന് പറയുന്നത്. നീതി പുലരുന്നതിന് എപ്പോഴും എതിര് നിൽക്കുന്ന ആശയമാണ് ജാതി എന്ന് പറയുന്നത്. അപ്പം ജാതി ഏത് രീതിയിലാണ് നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയെ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തെ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വിഭവ അധികാരങ്ങളുടെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല. അതാണ് ഏറ്റവും സുപ്രധാന കാര്യം എന്ന് പറയുന്നത്. വിഭവ അധികാരങ്ങൾ എല്ലാവർക്കും തുല്യമായി വീതിക്കുക, വിഭവങ്ങളും അധികാരവും പദവിയും എല്ലാവർക്കും വീതിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അങ്ങനെയാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാകുന്നത്, സാർത്ഥകമാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വിഭവാധികാരങ്ങൾ തുല്യമായി കിട്ടാതെ പോയത്? അത് ജാതി തന്നെയാണ്. കാരണം 40,000 കോളനികളുണ്ടെന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്ക്. കേരളത്തിൽ 40,000 കോളനികളുണ്ടെന്നാണ് കണക്ക്. എങ്ങനെ SC/ST വിഭാഗങ്ങൾ മാത്രം കോളനിയിലേക്ക് പോയി? അപ്പോൾ എന്തുകൊണ്ട് SC/ST വിഭാഗങ്ങൾ മാത്രം കോളനിയിലേക്ക് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും. വിഭവ അധികാരങ്ങൾ വിതരണത്തിൻ്റെ അസമത്വം അല്ലെങ്കിൽ അതിൻ്റെ ഇന്നിക്വലായിട്ടുള്ള വിഭവ അധികാരങ്ങളുടെ വിതരണം
ഏത് രീതിയിൽ അതിൽ ജാതി എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നുള്ളത്, വിഭവങ്ങളുടെ അസമത്വപൂർണമായ വിതരണത്തിൽ ജാതി എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് നമ്മൾ സമ്പത്ത്, അധികാരം, പദവി, ഭൂമിയിൽ മേലുള്ള അവകാശം, അതുപോലെ വ്യവസായങ്ങളുടെ മേലുള്ള അവകാശം, കൃഷിയിന്മേലുള്ള അവകാശം, അതുപോലെ തന്നെ കച്ചവടത്തിന്മേലുള്ള അവകാശം, അങ്ങനെ ഏത് മേഖല നമ്മൾ എടുത്ത് പരിശോധിച്ചാലും നമുക്കവിടെ കാണാൻ കഴിയുന്നത് ജാതി വ്യവസ്ഥയുടെ കീഴ്ത്തട്ടുകാർക്ക് പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ്. പ്രാതിനിധ്യമില്ല എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ 22.5% ജനസംഖ്യാനുപാതികമായ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ പ്രാതിനിധ്യം ഇല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% താഴെയാണ് ഞാനീ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ SC വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം പോയി കിടക്കുന്നത്. അത് ഭൂമിയാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, തൊഴിലാകട്ടെ, സമ്പത്താകട്ടെ, പദവിയാകട്ടെ, വ്യവസായത്തിലാകട്ടെ, വാണിജ്യത്തിലാകട്ടെ, ഏത് മാനദണ്ഡം വെച്ച് നമുക്ക് അളന്നു നോക്കിയാലും അവിടെ SC 22% പ്രാതിനിധ്യം കിട്ടേണ്ട വിഭാഗങ്ങൾ 1% പോലും പ്രാതിനിധ്യം കിട്ടാതെ വരികയാണ്. നമ്മുടെ ജനാധിപത്യത്തിന് വേറെ പ്രത്യേകത കൂടെ ഉണ്ട്. അത് പ്രാതിനിധ്യ ജനാധിപത്യമാണ് നമ്മുടേത്. അതായത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്നാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഓമന പേര്. നമ്മൾ പാലിക്കുന്നുണ്ടോ? റെപ്രസെൻറ്റേറ്റീവ് ജനാധിപത്യം പാലിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പാലിക്കാത്തത്? അതായത് ജാതി വ്യവസ്ഥയുടെ മേൽത്തട്ടുകാർ കീഴ്ത്തട്ടിലോട്ട് കൊടുക്കാൻ തയ്യാറല്ല. എന്നിട്ട് നമ്മൾ പ്രസംഗിക്കുന്നത് സാമൂഹ്യ നീതിയെക്കുറിച്ചാണ്, സമത്വനീതിയെക്കുറിച്ചാണ്, സമഭാവനയെക്കുറിച്ചാണ്. പക്ഷെ ഉള്ളത് താഴോട്ട് കൊടുക്കാൻ തയ്യാറല്ല. മാത്രമല്ല, വ്യക്തമായിട്ട് ജാതീയത പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ആശയങ്ങളെ താങ്ങി നിർത്തുന്ന ജാതി വ്യവസ്ഥയെ നന്നായിട്ട് പരിപാലിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴും നമ്മൾ കഴുത്തി തൂക്കുന്ന ടാഗിൻ്റെ പേര് പുരോഗമനവാദി എന്നാണ്. നമ്മളപ്പോൾ കഴുത്തി തൂക്കിയിട്ടിരിക്കുന്ന ടാഗിൻ്റെ പേര് പുരോഗമനവാദി എന്നാണ്. ഞാനൊരു ദളിതനാണ്. ഞാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. 29 കൊല്ലത്തെ സർവീസുണ്ട്. എന്നോടൊപ്പം ധാരാളം പുരോഗമനന്മാരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും സംഘികളും, അതേപോലെ തന്നെ ഒറ്റ വാക്കി പറഞ്ഞാൽ ഒരുപാട് വലിയ മനുഷ്യരും പുരോഗമനവാദികളൊക്കെ എന്നോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും അവരെൻ്റെ വാട്ടർ ബോട്ടിൽ ഷെയർ ചെയ്തിട്ടില്ല. അപ്പം ഏത് രീതിയിലാണ് നമ്മൾ പ്രാതിനിധ്യം ഒഴിവാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എന്തുകൊണ്ട് പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഇതുതന്നെയാണ്. അതായത് ഈ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മൾ വിഭവ അധികാരങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറല്ല. അപ്പം പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ ആ മഹത്തായ സങ്കല്പം തകർന്നു പോകുന്നത് ഈ ജാതീയത കാരണമാണ്. അപ്പോൾ അത്രത്തോളം ഭീതിജനകമായിട്ട് ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതീയത നമ്മുടെ ജനാധിപത്യത്തെ, നമ്മുടെ സമൂഹത്തെ, രാഷ്ട്രനിർമ്മാണ പ്രക്രിയയെ, വികസനത്തെ ഒക്കെ ബാധിക്കുന്നുണ്ട്. സർവ്വമേഖലയെയും ബാധിക്കുന്നുണ്ട് ജാതി വ്യവസ്ഥയും ജാതീയതയും. പക്ഷെ ഇതിനെയൊക്കെ നേരിടാനായിട്ട്, ഈ ജാതീയതയൊക്കെ നേരിട്ട് എല്ലാവർക്കും തുല്യനീതി കിട്ടുന്ന, പ്രാതിനിധ്യ ജനാധിപത്യം സാർത്ഥകമാകുന്ന, ഈ നമ്മൾ നേരിടുന്ന ജാതീയതയെ അഡ്രസ്സ് ചെയ്യുന്നതിനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ നേരിടാനായിട്ട് ഒന്നാന്തരം ആയുധമായിട്ട് ഭരണഘടനാ നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ച ആശയമാണ് സംവരണം. പക്ഷെ സംവരണത്തെ സംബന്ധിച്ച്, സംവരണമെന്ന് കേൾക്കുമ്പോഴേ അത് SC/STക്കാർക്ക് അന്യായമായിട്ട് കൊടുക്കുന്ന എന്തോ ഒരു സാധനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അതിനെ നീതിയുടെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടില്ല. അതിനെ തുല്യനീതിയുടെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കിയില്ല. അതിനെ പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മൾ കണക്കാക്കാത്തതെന്ന് നമ്മൾ കണ്ണാടി എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ പ്രാതിനിധ്യ ജനാധിപത്യത്തെ എതിരായിട്ട് നിൽക്കുന്ന ജാതി വ്യവസ്ഥയെ നേരിടുന്നതിന്, എല്ലാവർക്കും നീതി ലഭ്യമാക്കുന്നതിനായിട്ട് ഭരണഘടന മുന്നോട്ട് വെച്ച മഹത്തായ ആശയമാണ് ആ സംവരണം. വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും മഹത്തായ സംഗതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംവരണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം സംവരണത്തിനല്ലാതെ മറ്റൊന്നിനും പ്രാതിനിധ്യ ജനാധിപത്യം, നീതി എന്ന ആശയത്തെ പ്രായോഗികവൽക്കരിക്കാനായിട്ട് സാധിക്കത്തില്ല.
അതിന് വ്യക്തമായ തെളിവെന്ന് പറയുന്നത് സംവരണമില്ലാത്ത മേഖലയിൽ SC വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ സംവരണ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം നോക്കിയാൽ മതി. ഞാനീ പറയുന്നതൊന്നും വെറുതെ കാടടച്ച് വെടിവെക്കുന്നതല്ല. SC വിഭാഗങ്ങളുടെ ഓരോ സംവരണം ഇല്ലാത്ത മേഖലകളിലെ പ്രാതിനിധ്യം നോക്കിയാൽ മതി. സംവരണം ഇല്ലാത്ത മേഖലകൾ ഏതൊക്കെയാണ്? സംവരണമില്ലാത്ത മേഖലകൾ എയ്ഡഡ് മേഖല, ദേവസ്വം ബോർഡ്, യൂണിവേഴ്സിറ്റികൾ, സഹകരണ മേഖല, കമ്പനികൾ, ബോർഡ്, PSCക്ക് വിടാത്ത കമ്പനികൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ എന്ന് തുടങ്ങി 300-ലേറെ സ്ഥാപനങ്ങളുണ്ട്. 300-ലേറെ സ്ഥാപനങ്ങൾ. ഒരു അതിശയകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ഇത് അതിശയോക്തിയല്ല, ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ്. അതായത് PSC വഴി നിയമിച്ച് സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിക്കുന്നതിനേക്കാൾ ആൾക്കാർ PSC വഴി അല്ലാതെ സർവീസിൽ തുടരുന്നുണ്ട്. എയ്ഡഡ് മേഖല വഴിയും സഹകരണ മേഖല വഴിയും ദേവസ്വം ബോർഡ് വഴിയും കമ്പനികളും കോർപ്പറേഷനും ബോർഡുകളും കൗൺസിലുകളും എന്ന് തുടങ്ങി അതിൻ്റെ 300-ലേറെ സ്ഥാപനങ്ങൾ അങ്ങനെയുണ്ട്. അതിൻ്റെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഒരു പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പനികൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ, അവിടെയൊക്കെ പാർട്ടിക്കാരുടെ നോമിനികളാണ് വരുന്നത്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതുപോലെ തന്നെ 10% സംവരണം നിയമസഭയിലും പഞ്ചായത്തിലും പാർലമെൻറ്റിലും ഒക്കെ ഏർപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ പോലും, പുരോഗമന കേരളത്തിൽ പോലും, പഞ്ചായത്തിൽ പോലും ഈവൻ ഒരു മെമ്പർ പോലും, SC ഒരു മെമ്പർ പോലും കടന്നു വരില്ലായിരുന്നു ആ സംവരണം പാലിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. ഞാൻ എന്തുകൊണ്ടത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സംവരണമില്ലാത്ത രാജ്യസഭയിലെ പ്രാതിനിധ്യം എടുത്തു നോക്കിയാൽ മതി. കേരളം പിറന്നിട്ട് ഏതാണ്ട് 65 കൊല്ലം കഴിഞ്ഞല്ലോ. 2 പേരാണോ 3 പേരാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഒരു ഭാർഗവി തങ്കപ്പനും പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് ബഹളം ഉണ്ടാക്കിയപ്പോൾ CPM സോമപ്രസാദിനെയും അങ്ങോട്ട് അയച്ചിട്ടുണ്ട് രാജ്യസഭയിൽ. അപ്പോൾ രാജ്യസഭയിലേക്ക് 100 കണക്കിന് ആൾക്കാരെ കേരളം അയച്ചു. പക്ഷേ 2-3 പേരെയാണ് SC വിഭാഗത്തിൽ നിന്ന് അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്? സംവരണം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ സംവരണമില്ലാത്ത ഒരു മേഖലയിലോട്ടും SC വിഭാഗങ്ങൾക്കിവിടെ പ്രവേശനം അനുവദിച്ചിട്ടില്ല. അപ്പോൾ പ്രാതിനിധ്യ ജനാധിപത്യം, നീതി ഇവ പുലരണമെങ്കിൽ സംവരണം അനിവാര്യമാണ്. അപ്പോൾ ജാതീയതയെ ചെറുക്കുന്നതിനായിട്ടുള്ളൊരു മികച്ച മികച്ച ആയുധമായിട്ടാണ് സംവരണം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ചോദിക്കും, ഈ 10% ഗ്യാരണ്ടി ചെയ്തിട്ട് 10% കിട്ടുന്നുണ്ടോ എന്ന്? ഇല്ല, കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇത് അടുത്ത കാലത്ത് കേരളത്തിൽ ഒരു റിപ്പോർട്ട്, അടുത്ത കാലത്തല്ല, 2018-ലോ 2019-ലോ പത്രത്തിലൊരു ലേഖന പരമ്പരയിൽ ദേവസ്വം ബോർഡിലെ പ്രാതിനിധ്യത്തെക്കുറിച്ച് ഒരു ഡേറ്റ ഉണ്ടായിരുന്നു. അതായത് 6000-ൽ പരം ജീവനക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുണ്ട്. അതിൽ പട്ടികജാതി 6000-ലധികം പേരിൽ 20 പട്ടികജാതിക്കാർക്കാണ് പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നത്. 207 ഈഴവർക്കാണ് പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നത്. 96% സവർണ പ്രാതിനിധ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ദേവസ്വം ബോർഡിൽ സംവരണം ഇല്ല. അത് തന്നെ കാരണം. അപ്പോൾ ജാതിയെ നേരിടുന്നതിനായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഏറ്റവും മികച്ചായ സമ്പ്രദായമാണ് സംവരണം. അതിനെയും നമ്മൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഘട്ടങ്ങളായിട്ട് അതിനെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സംവരണം പോലും SC/STക്കാണ് ആദ്യം ഗ്യാരണ്ടി ചെയ്തത്. നമ്മൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 92-ലോ 90-ലോ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നിലവിൽ വരുമ്പോഴാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണം വന്നത്. ഈ 27% സംവരണം വരുമ്പോൾ നിങ്ങൾ കരുതും അത് പിന്നോക്കാർക്ക് കിട്ടേണ്ടത് മുഴുവൻ കിട്ടിയെന്നില്ല. അപ്പോഴും പ്രാതിനിധ്യ ജനാധിപത്യം പൂർണ്ണമായിട്ടില്ല. കാരണം 27% സംവരണം എന്ന് പറഞ്ഞാൽ ജനസംഖ്യാനുപാതിക സംവരണമല്ല. ജനസംഖ്യാനുപാതിക സംവരണം നടക്കണമെങ്കിൽ 50%-ലേറെ കൊടുക്കേണ്ടി വരും പിന്നോക്ക മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആകമാനം. അപ്പോഴും കൊടുത്തത് 27% സംവരണമാണ്. അപ്പോൾ 27% സംവരണം കൊടുക്കുമ്പോൾ നിങ്ങൾ കരുതും അത് മുഴുവനും പൂർത്തിയായിട്ടില്ല. അവിടെയും അട്ടിമറി നടക്കുന്നു. ഇവിടെ കേരളത്തിൽ 10% കൊടുക്കുന്നു, അത് 10% പൂർണ്ണമല്ല. അത് പൂർണ്ണ അല്ല എന്ന് ഒരു വാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിൽ പൂർണ്ണമാണെന്ന് തെളിയിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അനീതി ഇവിടെ നടന്നു എന്ന്
അനീതിക്ക് ഇരയായ ആൾക്കാർ പറയുകയാണ്, ഇവിടെ അനീതി നടന്നു, 70 കൊല്ലമായി സ്വാതന്ത്ര്യം കിട്ട് 70 കൊല്ലത്തിലേറെയായിട്ട് ഇവിടെ അനീതി നടക്കും. 71 കൊല്ലമായല്ലേ, 73 കൊല്ലമായിട്ട് ഇവിടെ അനീതി നടക്കുന്നു എന്ന് അനീതിക്ക് ഇരയായ ആൾക്കാർ പറയുകയാണ്. അപ്പോൾ അനീതി നടത്തുന്നവർ, വേട്ടക്കാർ, ജാതി വ്യവസ്ഥയുടെ ഗുണഭോക്താക്കൾ പറയുന്നു ഇവിടെ അനീതി നടക്കുന്നില്ല എന്ന്. അനീതി നടക്കുന്നില്ല എന്ന വാദത്തിന് വേണ്ടി സമ്മതിക്കാം. അനീതി നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അനീതി നടക്കുന്നില്ല എന്ന്, അല്ലെങ്കിൽ വിഭവാധികാരങ്ങളുടെ അസമത്വപൂർണ്ണമായ വിതരണം നടക്കുന്നുവെന്ന് ആര് പറയണം? അധികാരമുള്ളവർ പറയണം, ഗവൺമെൻറ് പറയണം. അങ്ങനെ ന്യായമായ ഒരു ആവശ്യമാണ് ജാതി സെൻസസിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ഞങ്ങൾ ഡേറ്റ തരില്ല, നിങ്ങളത് അറിയണ്ട എന്ന് പറഞ്ഞാൽ അവിടെ ആരാണ് പ്രതി? ജാതി സെൻസസ് ആവശ്യപ്പെടുന്നത്, ഡേറ്റ ആവശ്യപ്പെടുന്നവരാണോ ഡേറ്റ കൊടുക്കാത്തവരാണോ? നിങ്ങൾ പറയും, ആരാണ് പ്രതി? ആരാണ് കള്ളന്മാർ? അപ്പോൾ അങ്ങനെ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ഡിമാൻഡിൻ്റെ ഭാഗമായിട്ടാണ് ഏത് ഡിമാൻഡ് വരുന്നത്? ജാതി സെൻസസ് വേണമെന്നുള്ള ഒരു ഡിമാൻഡ് വരുന്നത്. അങ്ങനെ ആ ഡിമാൻഡ് വ്യാപകമായിട്ട് വരികയും ബീഹാർ സംസ്ഥാനത്ത്, അവിടെയാണല്ലോ ജാതീയത കൂടുതലുള്ളത്. അത് മാത്രമല്ല ഈ എന്താ പറയുന്നത്, ഏറ്റവും കൂടുതൽ ജാതി വിവേചനങ്ങളും നിയമനിഷേധങ്ങളും ഒക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ വികസനത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ ബീഹാർ. അങ്ങനെ ബീഹാറിൽ ഒരു ജാതി സെൻസസ് നടത്തി. അത് ഒരുപക്ഷെ അതിൽ പല പല രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടായിരിക്കാം. അപ്പം ബീഹാറിലെ ജാതി സെൻസസ് പുറത്തു വന്നപ്പോഴത്തേക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. അതായത് അവിടുത്തെ പിന്നോക്ക വിഭാഗക്കാരുടെ സംഖ്യ 65%. പക്ഷേ അവിടെ സംവരണം അതിനനുസരിച്ച് ജനസംഖ്യാനുപാതികമായിട്ട് 65% ഇല്ല. 65% പിന്നോക്കാരുണ്ട്. മുന്നോക്കാർ കേവലം 15%. മുന്നോക്കാർ 15%. അപ്പോൾ അങ്ങനെ അവിടെ സംവരണ ഇക്വേഷൻ അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിൻ്റെ ആ ഒരു പെർസെൻറ്റേജിൽ വ്യത്യാസം വരുത്താനൊക്കെ ഉള്ള, അല്ലെങ്കിൽ സംവരണം പുനഃക്രമീകരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടന്നു. അതൊക്കെ വലിയ വിഷയങ്ങളൊക്കെ ആയി, കോടതിയിലൊക്കെ ചലഞ്ച് ചെയ്തു. അതവിടെ നിൽക്കട്ടെ. പിന്നീട് കർണാടകയിൽ ജാതി സെൻസസ് നടന്നു. അവിടെ ജാതി സെൻസസ് നടന്നപ്പോഴത്തേക്ക് കോൺഗ്രസ് സർക്കാരാണല്ലോ കർണാടക ഭരിക്കുന്നത്. കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിലെ പ്രമുഖരായ വ്യക്തികൾ തന്നെ, അല്ലെങ്കിൽ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ തന്നെ അതിനെതിരെ വന്നു. അതിനെ പുറത്തു വരാതിരിക്കാനുള്ള പരിപാടികളൊക്കെ അവർ ചെയ്തു. അതിനെ പുറത്തു വിടരുത് എന്നുള്ള രീതിയിൽ. അത് അശാസ്ത്രീയമാണ്, അത് നല്ല രീതിയിലല്ല നടത്തുക, ഇനി നല്ല രീതിയിൽ വേറെ നടത്താം എന്നൊക്കെയുള്ള രീതിയിൽ കോൺഗ്രസ്സിലെ തന്നെ നേതാക്കന്മാർ പുറത്തു വന്നു. എന്തു തന്നെയായാലും ജാതി സെൻസസിന് മുഖ്യധാര പാർട്ടികൾ എതിരാണ്. ജാതി സെൻസസിന് മുഖ്യധാര പാർട്ടികൾ എതിരാണ്. എന്തുകൊണ്ട് എതിരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഞാൻ ഇതിനകം ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായില്ല? അവരാണ് ജാതി വ്യവസ്ഥയുടെ ഗുണഭോക്താക്കൾ. അത് തന്നെ കാര്യം. ജാതി സെൻസസിൻ്റെ ഡേറ്റാസ് പുറത്തു വന്നു കഴിഞ്ഞാൽ എക്സസ് ആയിട്ട് ഭൂമിയും അധികാരവും വിദ്യാഭ്യാസ അവസരങ്ങളും തൊഴിലും സമ്പത്തും പദവികളും ഒക്കെ എക്സസ് ആയിട്ട് കൈവശം വെച്ചിരിക്കുന്നവർ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അത്ര തന്നെ, അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അനീതി പുറത്തു വരും, പ്രതികൾ പുറത്തു വരും. എന്തുകൊണ്ട് ഇവിടെ ജനാധിപത്യം പുലരുന്നില്ല എന്നുള്ള സത്യം പുറത്തു വരും. നിങ്ങൾക്കറിയാം, അതായത് EWS എന്ന് പറയുന്നത്, ഞാൻ EWSലൂടെ കടന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും, ഞാൻ ചുരുക്കി പറയാം. അതായത് EWS നല്ലൊരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നല്ലത് തന്നെ പറയും. പക്ഷേ EWSൽ വലിയ അനീതിയാണ് നടന്നത്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിലെ 97% പ്രാതിനിധ്യം മുന്നോക്ക വിഭാഗക്കാർക്ക് നിലനിൽക്കവെയാണ് LDF സർക്കാർ അവിടെ പിന്നെയും 10% കൂടി EWS കൊടുത്തു. നീതിയാണോ അത് അനീതിയാണോ? നിങ്ങൾ പറയും. ഈ 97% ഒരു സമുദായത്തിന് പ്രാതിനിധ്യം കൂടുതൽ അല്ലെങ്കിൽ പ്രാതിനിധ്യം കിടക്കുമ്പോഴത്തേക്ക് അത് അടിച്ച് പൊളിച്ച് പിന്നോക്കക്കാർക്ക് ഇല്ലാത്തവർക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ ഹിന്ദു ജനതയിൽ ഭൂരിപക്ഷത്തും വരുന്ന ഈഴവർക്കും അതുപോലെ തന്നെ ദളിതർക്കും ആ പ്രാതിനിധ്യം കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. ഒരുപക്ഷെ അബദ്ധത്തിൽ 97% ആയിപ്പോയി. അതിന് കുറച്ച് പേരെ പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് വരുന്ന ഇതിൽ ഈ പ്രാതിനിധ്യം കിട്ടാത്ത ജാതി വിഭാഗങ്ങളെ കയറ്റി നീതി പുലർത്തുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ എന്താ ചെയ്തത്?
97% പ്രായത്തിലുള്ളവർക്ക് പിന്നെ 10% കൂടി അവരുടെ തലയിലോട്ട് തള്ളിക്കൊടുക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ അതുപോലെ തന്നെ 8 ലക്ഷം രൂപ വരുമാനമുള്ളവരും പഞ്ചായത്തിൽ 2.5 ഏക്കറുള്ളവരും മുനിസിപ്പാലിറ്റിയിൽ 75 സെൻറ്റ് ഉള്ളവരും അതുപോലെ കോർപ്പറേഷനിൽ 50 സെൻറ്റ് ഉള്ളവരും പാവങ്ങളുടെ ലിസ്റ്റിലാണ് ഇവിടുത്തിരിക്കുന്നത് EWS സംവരണ പ്രകാരം. അപ്പം അങ്ങനെയുള്ള EWS എന്ന് പറയുന്നത് ഒരു ഡേറ്റയുടെയും പിന്മലയില്ലാതെ ബ്ലൈൻഡായിട്ട് പറയുകയാണ് EWS സംവരണം ഏർപ്പെടുത്തിയത്. അതായത് കേന്ദ്ര നിയമത്തിൽ പറയുകയാണ് അപ് ടു ദി മാക്സിമം ഓഫ് 10% എന്ന് നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൽ അപ് ടു ദി മാക്സിമം ഓഫ് 10% എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് 10% വരെ EWS സംവരണം കൊടുക്കാമെന്നാണ്. എന്ന് പറഞ്ഞാൽ 10% കൊടുക്കാമെന്നാണോ? 1% കൊടുക്കുക, 2% കൊടുക്കാം. ഡേറ്റ പരിശോധിച്ചിട്ട് എത്രയാണ് അവർ അർഹർ. ഇപ്പോൾ കേരളത്തിൽ പാവപ്പെട്ട മുന്നോക്കക്കാർ 1% ഉണ്ടെങ്കിൽ അവർക്ക് 1% കൊടുക്കാം, 2% ഉണ്ടെങ്കിൽ 2% കൊടുക്കാം, 10% ഉണ്ടെങ്കിൽ 10% കൊടുക്കാം. പക്ഷേ ഒരു ഡേറ്റയുടെയും പിന്മല ഇല്ലാതെ 10% തന്നെ കൊടുക്കാനായിട്ട് ഇവർ ആരെ അധികാരപ്പെടുത്തിയത്? ഈ സർക്കാരിനെ. ഇവരെന്ത് ഡേറ്റയുടെ ബേസിലാണ് 10% കൊടുത്തത്? അതുകൊണ്ടാണ് പറയുന്നത് ഭരിക്കുന്നവരൊക്കെ തന്നെ ജാതി വ്യവസ്ഥയുടെ ഗുണഭോക്താക്കളും മേൽത്തട്ടുകാരുമാണ്. അവരൊരിക്കലും താഴോട്ട് കൊടുക്കാൻ തയ്യാറല്ല. ഇപ്പോൾ മനസ്സിലായല്ലോ. പക്ഷേ ഈ പാർട്ടികളൊക്കെ ഈ അനീതിയെ, അതായത് കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, BJP ആകട്ടെ, സംഘപരിവാറാകട്ടെ, ആരോ ആകട്ടെ, X or Y, എല്ലാവരും EWS സംവരണത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. 3 മുസ്ലിങ്ങൾ മാത്രമാണ് അതിനെതിരെ വോട്ട് ചെയ്ത MP-മാരെന്ന് പറയുന്നത്. 131 പട്ടികജാതി പട്ടികവർഗ MP-മാർ അതിനകത്തുണ്ടായിരുന്നു. അവർ പോലും വോട്ട് ചെയ്തില്ല. അത് വേറെ വിഷയം, ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. അപ്പോൾ അത്രയും വലിയ അനീതി, അതിനെ അവർ അനുകൂലിച്ചു. പക്ഷേ ഇവിടെ അനീതി നടന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനീതി പുറത്തു കൊണ്ടുവരാനായിട്ട് ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പാർട്ടികളുടെയൊക്കെ നിലപാടെന്തായിരുന്നു? ജാതി സെൻസസ് ആരും കയറി കടിക്കൂലല്ലോ, അത് വേറെ ഒരു ഡേറ്റയാണല്ലോ. അപ്പോൾ കടിക്കൂല എന്ന് അറിഞ്ഞിട്ടും അവർ അതിനെ എതിർക്കുകയാണ് മുഖ്യധാര പാർട്ടികളോ. അപ്പം EWS സംവരണത്തെ അനുകൂലിക്കുകയും ജാതി വെറും ഡേറ്റയായിട്ടുള്ള ഒരു ഉപദ്രവം ആർക്കും ഉണ്ടാക്കാത്ത ഒരു ഡേറ്റയെ ഭയക്കുകയും ചെയ്യുകയാണ്. അപ്പം ജാതി സെൻസസ് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് ശരിയാണെന്ന് പറയാൻ കഴിയും? ഉറപ്പായിട്ടും പറയാൻ കഴിയും. അതായത് മുഖ്യധാരാ പാർട്ടികൾ എതിർക്കുന്നതാണെങ്കിൽ അത് സംവരണ വിഭാഗങ്ങൾക്ക് അനുകൂലമായിരിക്കും. മുഖ്യധാരാ പാർട്ടികൾ അനുകൂലിക്കുന്നതാണെങ്കിൽ അത് സംവരണ വിഭാഗങ്ങൾക്ക് എതിരായിരിക്കും. വളരെ സിമ്പിളാണ്. നിങ്ങളൊക്കെ യുക്തിചിന്തകരും സ്വതന്ത്ര ചിന്തകരും അല്ലേ? വളരെ സിമ്പിളായിട്ട് കോമൺ സെൻസിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ നിലയിൽ ശാസ്ത്രീയമായിട്ടുള്ള സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു ജാതി സെൻസസ് നമ്മുടെ ജനാധിപത്യത്തിന് കരുത്ത് പകരുകയേ ഉള്ളൂ. അതാണ് നീതി, അതാണ് റെപ്രസെൻറ്റേറ്റീവ് ജനാധിപത്യം, പ്രാതിനിധ്യ ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കുന്ന ഏറ്റവും നീതിപൂർണമായ നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ജാതി സെൻസസ്, വൈ ജാതി സെൻസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഉത്തരമുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നീണ്ടുപോയോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അധികം നീട്ടുന്നില്ല. 30-35 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ജാതി സെൻസസ് വരികയാണെങ്കിൽ നമുക്ക് ജാതികളെ സംബന്ധിച്ച് ഒരു ക്ലിയർ പിക്ചർ കിട്ടും. അവരുടെ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് എന്താണ്, സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എല്ലാ നിലയിലും അവരുടെ കൃത്യമായ സ്റ്റാറ്റസ്, അവരെവിടെ നിൽക്കുന്നു, ഒരു ജാതി വിഭാഗം എവിടെ നിൽക്കുന്നു, അവർക്ക് ഇനി സഹായങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ടോ, അവരെ ഇനി സംവരണ വിഭാഗത്തുമായിട്ട് പരിഗണിക്കേണ്ടതായിട്ടുണ്ടോ, സംവരണത്തിന് പുറത്താക്കണമോ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും അവസരങ്ങളും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് നീതി. ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ജാതികളുടെ കൃത്യമായ ചിത്രം നമുക്ക് ലഭിക്കും. ഇപ്പം ജാതികളെ സംബന്ധിച്ചൊരു കൃത്യമായ ചിത്രമില്ല. അതായത് നമ്മൾ സെൻസസിന് ഈക്വലായിട്ടുള്ള സംഗതിയാണ് ജാതി സെൻസസ്. അതുകൂടി പറയണം. കാര്യം വെച്ചാൽ നമ്മൾ സെൻസസ് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സെൻസസിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നയപരിപാടികൾ
ആ രീതിയിൽ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ സ്വീകരിച്ച നയങ്ങളിൽ മാറ്റം വരുത്തുന്നതിനും അത് പുനഃക്രമീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ സെൻസസ് എടുക്കുന്നത്. സെൻസസ് ഡേറ്റ എന്ന് പറയുന്നത് നമ്മുടെ വികസനത്തിന് ഏറ്റവും അനുയോജ്യമായൊരു സംഗതിയാണ്. അതായത് വിവര വിപ്ലവ കാലത്ത് ഡേറ്റ വെച്ച് തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സെൻസസ് എടുക്കുന്നത്. പക്ഷേ സെൻസസ് കൊള്ളാം, പക്ഷേ ജാതി സെൻസസ് കൊള്ളില്ല. അതെന്ത് യുക്തിയാണ്? സെൻസസ് കൊള്ളാം, ജാതി സെൻസസ് കൊള്ളില്ല. അപ്പോൾ സെൻസസ് എന്ത് ലക്ഷ്യമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതേ ലക്ഷ്യങ്ങൾ തന്നെയാണ് ജാതി സെൻസസിനും ഉള്ളത്. അതിൻ്റെ സ്വഭാവം ലേശം മാറുന്നു എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്ന 1951 പിന്നീട് അങ്ങനെ ഓരോ കൊല്ലം ഇങ്ങനെ നടന്നു വരികയായിരുന്നു. 2021 സെൻസസ് നടക്കേണ്ടിയിരുന്നതാണ്. ഓക്കെ, 2021 സെൻസസ് നടക്കേണ്ടിയിരുന്നതാണ്. 2011 അവസാനമായിട്ട് ജാതി സെൻസസ് നടന്നത്. അല്ല, സെൻസസ് നടന്നത്. അത് മാഷ് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് 10 കൊല്ലത്തിലൊരിക്കലാണ് സെൻസസ് നടക്കുക. അപ്പം സെൻസസ് യഥാർത്ഥത്തിൽ 2021 നടക്കേണ്ടിയിരുന്നത് നടന്നില്ല. അപ്പം ജാതി സെൻസസിനോടൊപ്പം ജാതി സെൻസസും എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സെൻസസ് പോലും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് തീർത്തും അനീതിയാണ്. സെൻസസ് നടക്കാതെ പോകുന്നത് തീർത്തും അനീതിയാണ്. അത് 10 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കാര്യങ്ങൾ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അസസ് ചെയ്ത് നമ്മുടെ നയപരിപാടികളിലൊക്കെ തന്നെ നയസമീപനങ്ങളിലൊക്കെ തന്നെ തിരുത്തൽ വരുത്തേണ്ടതാണ്. അങ്ങനെയല്ലേ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ജാതി സെൻസസിനെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഓരോ വിഭാഗങ്ങൾ, ഓരോ സാമൂഹിക ജാതി വിഭാഗങ്ങളും ഉദ്യോഗങ്ങളും സമ്പത്തും അതുപോലെ തന്നെ വ്യവസായം, വിഭവ, അധികാരം, ഭരണ പങ്കാളിത്തം തുടങ്ങിയ മേഖലയിലൊക്കെ തന്നെ എത്രത്തോളം മുന്നോക്കം പോയി, എത്രത്തോളം പിന്നോക്കം നിൽക്കുന്നു, ആർക്കൊക്കെ ഇനി അതായത് ബാക്കപ്പ് വേണം, ആർക്കൊക്കെ അധികം നൽകണം, ആർക്കൊക്കെ പ്രത്യേക പ്രിവിലേജുകൾ അനുവദിക്കണം എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് പിന്നോക്കം നിൽക്കുന്ന ജാതികളേലും മുന്നോക്കം നിൽക്കുന്ന ജാതികളേന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഭാഷാ ന്യൂനപക്ഷങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും വംശീയ ന്യൂനപക്ഷങ്ങളെയും ഒക്കെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കാനും അവരിൽ മാറ്റേണ്ടവരുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് മാറ്റാനും നമുക്ക് കഴിയും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് EWSനെ സംബന്ധിച്ച് വളരെ വലിയ ആക്ഷേപങ്ങളാണ് നിലനിൽക്കുന്നത്. കേരളത്തിൽ പോലും 10% EWS ഉണ്ടെന്ന് ചില ആൾക്കാർ പറയുകയാണ്, ബ്ലൈൻഡായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അത് 10% ഉണ്ടോ ഇല്ലോ നമുക്ക് കൃത്യമായി ജാതി സെൻസസ് എടുക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആ രീതിയിൽ EWS സംവരണം കൃത്യമായ രീതിയിൽ സയൻറ്റിഫിക് ആക്കുന്നതിനും സിസ്റ്റമാറ്റിക് ആക്കുന്നതിനും ജാതി സംവരണം നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റഡ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് സാമൂഹിക ജനാധിപത്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. സമൂഹത്തിൽ എല്ലാവർക്കും തുല്യത ലഭിക്കുന്ന, എല്ലാവരും തുല്യരായിട്ട് പരിഗണിക്കുന്ന, തുല്യ പൗരന്മാരായിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഇത് സാമൂഹിക ജനാധിപത്യമാണ് വേണ്ടത്. അപ്പോൾ സാമൂഹിക ജനാധിപത്യം എന്ന് പറയുന്നത് ആ സങ്കല്പമാണ് ഭരണഘടനയിലൂടെ ഡോക്ടർ അംബേദ്കർ ലക്ഷ്യമിട്ടത്. അദ്ദേഹം പൊളിറ്റിക്കൽ ഡെമോക്രസിക്ക് പൊളിറ്റിക്കൽ ഡെമോക്രസി അല്ല, നമ്മൾ ആത്യന്തികമായിട്ട് എത്തിച്ചേരേണ്ടത് സോഷ്യൽ ഡെമോക്രസി എന്ന സങ്കല്പത്തിലേക്കാണ്. അപ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമാകുന്നത്. എല്ലാവർക്കും ഈക്വലായിട്ടുള്ള വിഭവ അധികാരങ്ങൾ പങ്കാളിത്തം ലഭിക്കുകയും എല്ലാ നിലയിലും തുല്യത ലഭിക്കുകയും സോഷ്യൽ സ്റ്റാറ്റസ് ലഭിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ജനാധിപത്യത്തിൻ്റെ അതിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ പ്രാതിനിധ്യത്തിൻ്റെ കണക്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. എന്തു തന്നെ ആയാലും നമുക്ക് ആത്യന്തികമായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജാതി സെൻസസ് വരികയാണെങ്കിൽ നമുക്ക് ജാതിയെ അഡ്രസ്സ് ചെയ്യുന്നതിനും ഏതെങ്കിലും വിഭാഗങ്ങൾ പിന്നോക്കത്തിലേക്ക് പോയെങ്കിൽ അവരെ മുന്നോക്കത്തിലേക്ക് കൊണ്ടുവരാനുള്ള സ്പെഷ്യൽ പാക്കേജുകളോ അല്ലെങ്കിൽ ഭരണപരമായ നടപടികളോ സ്വീകരിക്കാനായിട്ട് സഹായിക്കും. അപ്പം ഡേറ്റ എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടൊരു സംഗതിയാണ്. അതായത് നമ്മുടെ ഭരണ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും വികസന പരിപ്രേക്ഷ്യത്തിൽ മാറ്റം വരുത്തുന്നതിനും നമ്മുടെ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിനും ഒക്കെ തന്നെ എല്ലാ രീതിയിലും സയൻറ്റിഫിക് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഡേറ്റ ലഭ്യമാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ആ നിലയിൽ വളരെ പ്രസക്തമായൊരു സംഗതി ആണ് ജാതി സെൻസസ് എന്നാണ് ഞാൻ വാദിക്കുന്നത്. അപ്പോൾ ജാതി സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ജാതി സെൻസസിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് ഞാൻ ഇനി പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല. അപ്പോൾ എന്നോട് ജാതി സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനേ പറഞ്ഞോളൂ. പക്ഷേ അത് നിഷ്പക്ഷമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു പക്ഷം ചേരുകയാണ്. അതിന് വെച്ചാൽ അതിനും ഒരു അർത്ഥമുണ്ട്. അതായത് നമ്മൾ അനീതി നടക്കുമ്പോൾ ഞാൻ നിഷ്പക്ഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീതി നടക്കുന്നിടത്ത്
ശ്രദ്ധിച്ച് കേൾക്കണം. അനീതി നടക്കുന്നിടത്ത് ഞാൻ നിഷ്പക്ഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പക്ഷം വ്യക്തമാണ്. നിങ്ങൾ ഇരകളുടെ ഭാഗത്താണോ വേട്ടക്കാരുടെ ഭാഗത്താണോ എന്നുള്ള കാര്യം വ്യക്തമാണ്. അനീതി നടത്തുന്നത് വേട്ടക്കാരനാണെങ്കിൽ ഞാൻ നിഷ്പക്ഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആരുടെ പക്ഷമെന്നാണ്? വേട്ടക്കാരുടെ പക്ഷമെന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അനീതി നടക്കുന്നിടത്ത് ഒരിടത്തും ഞാൻ നിഷ്പക്ഷവാദിയാണെന്ന് പറയുന്നില്ല. ഈ കാര്യം ഇവിടെ ഞാൻ പക്ഷപാതിയാണ്, ഞാൻ ജാതിപക്ഷപാതിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നീതിപക്ഷപാതിയാണ്, മാനവികവാദിയാണ്. കാര്യം വെച്ചാൽ എല്ലാവർക്കും തുല്യമായ പരിഗണന ലഭിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ മാനവീയത പുലർന്നെന്ന് പറയാനായിട്ട് ജനാധിപത്യം പുലർന്നെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ എല്ലാവർക്കും വിഭവാധികാരങ്ങൾ തുല്യ പങ്കാളിത്തം കൊടുക്കുമ്പോഴാണല്ലോ ആ മാനസികാവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത് പോലും. അപ്പോൾ ആ നിലയിൽ ഞാൻ പൂർണ്ണമായിട്ടും ജാതി സെൻസസിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. ജയ് ഭീം.